എൻ്റെ മോനെ ആ വ്യൂ ഉണ്ടല്ലോ, ആ ഹിമാലയത്തിലെ ആ മഞ്ഞിൻ്റെ മലകൾ, അത് വേറെ എങ്ങും കിട്ടാതെ വ്യൂ. പറഞ്ഞറിയിക്കാൻ മറ്റുള്ള മച്ചാന്മാരെ, ഞങ്ങളുടെ റൂമിൻ്റെ പുറത്തുള്ള വ്യൂ അത്. അയ്യോ യൂട്യൂബ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എനി മച്ചൻ്റെ ഞാനും ശ്രീരാഗും ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഭൂതം നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു, കാണുന്നില്ല. ഭൂതം ഇവിടെ ഉണ്ട് മച്ചാന്മാരെ. അപ്പോൾ നമ്മൾ ഡാർജിലിംഗ് വിട്ടു, നമ്മളിപ്പോൾ നേരെ സിക്കിമിലേക്ക് പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ നമുക്ക് ഡാർജിലിംഗിൽ നിന്ന് സിക്കിമിലേക്ക് പോകാനായിട്ട് രണ്ട് വഴിയുള്ളത്. ഒന്നില്ലെങ്കിൽ സിലിഗുരിയിലേക്ക് തിരിച്ചു പോവുക, അല്ലെങ്കിൽ ഇവിടെ വേറൊരു റാംപോ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അത് സിക്കിമിൻ്റെ ബോർഡറാണ്. അതാണ് കുറച്ചും കൂടി ഷോർട്ട് കട്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിയിൽ ഉള്ള ഒരു സ്പോട്ടാണിത്. ലമഹാത്ത എന്ന് പറഞ്ഞൊരു എക്കോ പാർക്കാണ്. അപ്പോൾ ഈ പാർക്ക് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വിശാലമായിട്ട് തന്നെ കിടക്കുന്ന ഒരു പാർക്കാണ്. ഫുള്ള് വലിയ കിഡിലൻ മരങ്ങളും എന്താ പറയുക, അടിപൊളി കുറേ പൂക്കളും എല്ലാം വെച്ച് സെറ്റ് ചെയ്ത ഒരു കിഡിലൻ എക്കോ വില്ലേജ് എന്ന് തന്നെ പറയാം. ലമഹാത്ത PC വില്ലേജ് എക്കോ ടൂറിസം. അപ്പോൾ ഞങ്ങൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് പിടിക്കുകയാണ്. അടുത്ത പോകുന്ന സ്ഥലം ലെപ്ചാജോറ ബ്രിഡ്ജ് എന്ന് പറഞ്ഞൊരു ബ്രിഡ്ജാണ്. ആ വഴി പോയിട്ട് പിന്നെ ഉള്ളൊരു സ്ഥലവും കൂടി ഉണ്ട്. ഇവിടുത്തെ സ്ഥലങ്ങളിലൊക്കെ പേര് നമുക്ക് അത്യാവശ്യം വായിക്കാനും പറയാനും കുറച്ച് ടഫാണ്. അതുകൊണ്ടാണ് ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ വഴിയിൽ കാണാം. വന്ന വഴിക്ക് രണ്ട് ഫ്രണ്ട്സ് വയനാട്ടിൽ നിന്ന് കണ്ടാണ്. ഇത് മനു ബ്രോ, ഇത് ലല്ലു. രണ്ടുപേരും വണ്ടിയാണിത്. അതുപോലെ തന്നെ ഓൾ ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ റൈഡാണ്. രണ്ടുപേരും ഫോളോ ചെയ്യാം. മനു, സാജു, ലാലു, നൗഷാദ്. രണ്ടുപേരും ഇപ്പോൾ ഇറങ്ങിയിട്ട് എത്ര ദിവസമായി മച്ചാനെ? 19 ദിവസമായി. ഇവർ സിക്കിം കഴിഞ്ഞിട്ട് ഇറങ്ങിയേക്കണേണ്. നേരെ ഇനി ഭൂട്ടാനിലല്ലേ? നേരെ ഭൂട്ടാനിലേക്കാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് മച്ചാന്മാരെ. ചെക്കന്മാരുടെ ഫ്ലാഗ് ഉണ്ടായിരുന്നു അതിനകത്ത്. പിന്നെ കുഷ്യൻ ഞങ്ങളെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. കണ്ടില്ല ലോക്കലാണെങ്കിലും വൻ യൂസർ. ഓ അത് മറ്റേ വണ്ടി ഇതിപ്പോ നല്ലതാണ്. അടി അടിക്കില്ല ഇപ്പൊ സൈലൻസർ നല്ല അടിച്ചടിച്ചപ്പോ ഒരു ആ വട്ടൊക്കെ മാറി. ഇപ്പൊ വേറെ പിന്നെ ഇപ്പൊ ഈ ബ്രേക്ക് അങ്ങ് താഴെ കയറണം. വളവ് ഞങ്ങക്ക് രാവിലെ കിട്ടി ഫോഗ് ഇട്ടിട്ടൊരു കോപ്പും കാണുന്നില്ല. വൻ ഫോഗായിരുന്നു അവിടെ. ഈ റോഡിൽ ലൈൻ ഉണ്ടാവില്ലേ? ചില സ്ഥലത്ത് ലൈനില്ല. പിന്നെ പറയുന്നത് പിന്നെ ഇങ്ങനത്തെ അപ്പുറത്തേക്കുന്ന ഈ സാധനം ഫുള്ള് വണ്ടീൻ്റെ സ്പെയറും ടൂൾസും. ഇതിനകത്ത് ഞങ്ങളുടെ ഡ്രസ്സും കാര്യങ്ങളും. അതിനകത്ത് ഒരു പുതപ്പുണ്ട്. പിന്നെ ഞങ്ങളുടെ ബൂട്ടും പിന്നെ റെയിൻ ലെയർ, തെർമൽസ് കാര്യങ്ങളൊക്കെ. പിന്നെ ടെൻറ്റ്, സ്ലീപ്പിംഗ് ബാഗ്, 2 ചെയർ. സുഖം. ചെയറൊക്കെ ഭയങ്കര ഉപകാരം കേട്ടോ. ഒരു ചെറിയ ചെയറുണ്ട്, ഭയങ്കര ഉപകാര. അപ്പൊ ശരി. അപ്പൊ ശരി, കാണാം. ഓക്കെ മച്ചാനെ, അച്ഛന്മാരെ നമ്മൾ ഓൾമോസ്റ്റ് റാംപോ എത്തിയിട്ടുണ്ട്. റാംപോ ഇനി ഒരു 2 കിലോമീറ്ററും കൂടെ ഉള്ളൂ. റാംപോയിൽ നിന്നാണ് നമ്മൾ നമ്മുടെ ഇൻലൈൻ പെർമിറ്റ് എടുക്കേണ്ടത്. നമ്മുടെ വണ്ടി ഡോക്യുമെൻറ്റ്സും നമ്മുടെ ഇതൊക്കെ കൊടുത്തിട്ട് നമ്മളവിടെ നിന്ന് പെർമിറ്റ് എടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ഗാങ്ടോക്ക്, അത് കഴിഞ്ഞിട്ട് പോകുന്ന ഡെസ്റ്റിനേഷനാണ് ഗാങ്ടോക്ക്. അപ്പോൾ ഗാങ്ടോക്കിൽ നമുക്ക് കോവിഡ് ടെസ്റ്റ് ഉണ്ടാവുമെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എന്തായാലും
അവിടെ ചെന്നിട്ട് ഇൻലൈൻ പെർമിറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. നമ്മൾ സിക്കിമിൻ്റെ ബോർഡറിലെത്തി. വെൽക്കം ടു സിക്കിം ബോർഡ് കണ്ടു. അച്ഛാമാരെ ഫൈനലി നമ്മൾ സിക്കിമിലെത്തിയിട്ടുണ്ട്. സിക്കിം കയറി, സിക്കിമിൻ്റെ ബോർഡർ കയറി. ഇനി ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് എന്താണെന്ന് നോക്കണം. മച്ചന്മാരെ നമ്മളിപ്പോൾ നമ്മുടെ വണ്ടിയിൽ കുറച്ച് പണിയായിട്ട് ഇവിടെ വന്നതാണ്. ഈ വണ്ടിയുടെ ചെയിൻ സ്പ്രോക്കറ്റ് നമ്മൾ ഫുള്ളായിട്ട് മാറുന്നുണ്ട്. കാരണം അതിൻ്റെ ചെയിൻ സ്പ്രോക്കറ്റ് പോയി കിടക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ ഹിമാലയൻ്റെ 2 ക്രാഷ് ഗാർഡും മാറി. ഒരു ക്രാഷ് ഗാർഡ് നൈസായിട്ട് ഞങ്ങളൊന്ന് വീണപ്പോൾ ക്രാഷ് ഗാർഡ് പോയപ്പോൾ ഞങ്ങൾ 2 ക്രാഷ് ഗാർഡും മാറ്റാനുള്ള പ്ലാനിലാണ്. അതുപോലെ എൻ്റെ വണ്ടിക്കും ചെറിയ പണിയൊക്കെ ഉണ്ടായി. ഇപ്പോൾ പണിയൊക്കെ തീർത്തുകൊണ്ടിരിക്കുകയാണ്. നാളത്തെ റൈഡിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനാണ്. ഓക്കെ ഓക്കെ ബൈ. വെൽക്കം ടു നോർത്ത് സിക്കിം നാഷണൽ ഹൈവേ 310. മച്ചാമാരെ, അപ്പോൾ നമ്മൾ നോർത്ത് സിക്കിമിലേക്കുള്ള യാത്ര ഇവിടെ തുടങ്ങുകയാണ്. നോർത്ത് സിക്കിമിലും ഈസ്റ്റ് സിക്കിമിലും പോകാൻ വേണ്ടി നമുക്ക് പാസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ പാസ് എടുത്തിട്ടുണ്ട്, പെർമിറ്റ് നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ നേരെ അങ്ങോട്ട് റൈഡ് ചെയ്തുകൊണ്ടിരിക്കണേ. നമുക്ക് 112 കിലോമീറ്ററാണ് ലാച്ചൻ എന്ന് പറഞ്ഞ ഒരു സ്പോട്ടാണ്. നമ്മുടെ സ്റ്റേ ചെയ്യുന്ന അവിടെ ആയിരിക്കും. അപ്പോൾ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 10-12 കിലോമീറ്റർ ആയിട്ടുള്ളൂ. ഇനി ഓൾമോസ്റ്റ് ഒരു 4 മണിക്കൂർ എടുക്കും നമുക്ക് ആ റൈഡ് കംപ്ലീറ്റ് ചെയ്ത് അവിടെ എത്താനായിട്ട്. പക്ഷേ വരെ നമ്മൾ ഗാങ്ടോക്കിൽ നിന്ന് ഒരു 65 കിലോമീറ്ററോളം മേളിലോട്ട് ഓടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നോർത്ത് സിക്കിമിൽ. അപ്പോൾ മങ്കൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ ഹോൾട്ട് ചെയ്തത്. കാരണം അവിടെയാണ് ലാസ്റ്റ് പെട്രോൾ പമ്പ് ഉള്ളത്. ഇവിടെ ഇനി മേളിലോട്ട് കയറിത്തോറും നമുക്ക് പെട്രോൾ പമ്പ് ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ വണ്ടി ഫുൾ ടാങ്ക് അടിച്ചു. അതുപോലെ തന്നെ 2 10 ലിറ്ററിൻ്റെ ക്യാനിൽ പെട്രോൾ നിറച്ചിട്ടുണ്ട്. കാരണം അവിടെ പമ്പില്ലാത്തതുകൊണ്ട്, പിന്നെ അത്യാവശ്യം ക്ലെയിം ആയതുകൊണ്ട് പെട്രോളിന് എന്തായാലും ആവശ്യം വരും. അപ്പോൾ ഇവിടെ മംഗലിലാണ് ലാസ്റ്റ് സ്റ്റോപ്പ് ഉള്ളത് പെട്രോൾ പമ്പിൻ്റെ. കാരണം ഈ കണ്ടൊരു കിടിലം വെള്ളച്ചാട്ടം കേട്ടോ. എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ലാത്ത ഫോഴ്സിലാണ് താഴത്തേക്ക് ഒഴുകണേ. അടുത്ത വെള്ളച്ചാട്ടമാണ് ഇത്. നമുക്ക് കുറച്ചും കൂടി വ്യക്തമായിട്ട് മേളിൽ നിന്ന് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. മച്ചന്മാർ, നമ്മളിപ്പോൾ ടീസ്റ്റാർ റിവറിൻ്റെ മേലാണ് നിൽക്കുന്നത്. ടീസ്റ്റാർ റിവറാണ് കാണുന്നത്. അയ്യോ, ഒരു രക്ഷയില്ലാത്ത വ്യൂ. മച്ചാമാര്, നമുക്ക് വിഷു നാട്ടിൽ വെച്ച് ആഘോഷിക്കാൻ പറ്റില്ല. കാരണം ഞങ്ങളിവിടെ സിക്കിമിലാണ്. പക്ഷേ ദൈവമായിട്ട് നമുക്ക് എന്ന വിഷുക്കണി ഇതാണ്. കമോൺ എൻ്റെ മോനെ, ആ വ്യൂ ഉണ്ടല്ലോ, ആ ഹിമാലയത്തിലെ ആ മഞ്ഞിൻ്റെ മലകൾ, അത് വേറെ എങ്ങും കിട്ടാതെ വ്യൂ. പറഞ്ഞറിയിക്കാൻ പറ്റുള്ള മച്ചാമാര്, ഞങ്ങളുടെ റൂമിൻ്റെ പുറത്തുള്ള വ്യൂ അത്. അയ്യോ, ഇതാണ് നമ്മുടെ ഗുരുദോമാർ ലേക്കിലോട്ട് പോകുന്ന വഴി എന്ന് പറയുന്നത്. ചുറ്റും മലകളാണ്, പുറത്ത് മലകളാണ്. ഈ ലേക്ക് ഫുള്ള് ഫ്രോസൺ ലേക്കാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന സീനാണ് സീൻ. മഞ്ഞുമലകളാണ്. അപ്പോൾ ഇവിടെ നിന്നിട്ട് നമുക്ക് ശ്വാസവും കിട്ടുന്നില്ല. വെള്ളം വെള്ളം എന്നുള്ള സീനാണ്. ഇവിടെ ഫുള്ള് വെള്ളമാണ്. ഫ്രോസണായിട്ട് കിടക്കുക വെള്ളമൊക്കെ. ഐസും കട്ടയാണ് ഈ കാണുന്നതൊക്കെ ഫുള്ള്. മച്ചാവരെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് 17,000+ അടി ഉയരത്തിലാണ്.
ഗുരുദോങ്മാർ ലേക്കിന്റെ സമീപത്താണ് നമ്മെ നിൽക്കുന്നത്. ഈ ബാക്കിൽ കാണുന്നതാണ് ഈ പറഞ്ഞ ലേക്ക്, 17,000 അടി. അതുപോലെ തന്നെ അത്ര ഓൾട്ടിറ്റ്യൂഡ് അടിച്ചോണ്ടിരിക്കണം. ഈ ചുറ്റും കാണുന്ന കണ്ടോ നിങ്ങൾ? ഈ ചുറ്റും എൻ്റെ അമ്മേ, ഈ ചുറ്റും കാണുന്നത് ഐസും കട്ടയാണ്. ഐസും കട്ട എനിക്ക് എടുക്കണമെന്നുണ്ട്, പക്ഷെ കൈ ഫ്രീസ് ആവും. അതുപോലെ തന്നെ കിണ്ണം കാച്ചിയ വ്യൂ നിങ്ങളെ വെയിറ്റ് ചെയ്യേണ്ടി. മച്ചാമാരെ ഇവിടുന്ന് ഫ്രീസ് ആയിക്കൊണ്ടിരിക്കണേണ്. ഫ്രീസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വെള്ളം ഐസ് ആയിക്കൊണ്ടിരിക്കണേണ്. മനുഷ്യന്മാർ വിടുന്നാലും ഐസ് ആകും. ഞാൻ കാണുന്നത് ലേക്കിന്റെ പൊക്കത്തുള്ള ഐസും കട്ടയാണ്. ഐസ് ഫുള്ള് ഫോം ചെയ്തേക്കണ സീനാണ്. ഫുള്ള് ഇവിടെ കുറച്ച് മുന്നേ വന്നായിരുന്നെങ്കിൽ തണുപ്പിന്റെ കുറച്ചും കൂടി തണുപ്പാണ്. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മളൊരു -10 ടെമ്പറേച്ചറിലാണ് ഇവിടെ നിൽക്കുന്നത്. നമുക്കിവിടെ അധികം നേരം നിൽക്കാൻ പറ്റില്ല, കാരണം ഇവിടുത്തെ ഓൾട്ടിറ്റ്യൂഡ് അടിച്ചിട്ട് ഓൾട്ടിറ്റ്യൂഡ് സിക്നസ് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. സംസാരിച്ച് കഴിഞ്ഞാൽ എൻ്റെ തലകറിന് പാളിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്കിവിടെ പാസിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. പെർമിറ്റിൽ നമുക്കിവിടെ 1 hour മാത്രമേ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് പോകണം. മച്ചാമാരെ ഇതാണ് നമ്മുടെ ഫ്രോസൺ ലേക്ക്, ഗുരുദോങ്മാർ ലേക്ക്. ഈ നേരെ കാണുന്ന ലേക്ക് ഫ്രീസ് ആയിക്കണേ. അതുപോലെ തന്നെ ഇതാ കാണുന്ന വ്യൂ കണ്ടോ. ഞാനിപ്പോൾ ഇതേ നടന്നു വന്നത് ആ ഒരു സ്പോട്ടിൽ നിന്നാണ്. അവിടുന്ന് ഇത്രയും നടന്ന് ഇവിടെ ഒരു കയറ്റമുണ്ട്, കുത്തനെ ഒരു കയറ്റുണ്ടെങ്കിൽ കാണണം. ആൾക്കാർ കയറുന്നൊന്നും കാണാൻ പറ്റും. അതാണ്, അത് കുത്തനെ കയറ്റമാണ്. അത് കയറി ഞങ്ങൾ ഇരുന്നിട്ട് ശ്വാസവും കിട്ടണില്ല, ഒന്നുമില്ല. ഇവിടെ ഓൾട്ടിറ്റ്യൂഡ് ഭയങ്കര ഹൈ ആയതുകൊണ്ട് നമുക്ക് ബ്രീത്തിങ്ങിന് ഭയങ്കര പ്രയാസമായിരിക്കും. കാരണം ഓക്സിജൻ ഭയങ്കര കുറവാണ്, ഭയങ്കര തിൻ എയറാണ് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മറ്റേ ആൾക്കാരുണ്ടെങ്കിൽ മാക്സിമം വൈപ്പെടുത്തിട്ട് പെട്ടെന്ന് എസ്കേപ്പ് ഇടാൻ നോക്കുക. അല്ല ബാക്കിലെ വ്യൂ പുതം. Honey, I'm a perfect 10.